ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. എൻ്റെ പേര് സുബിൻ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ ഉഴൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2017 മുതൽ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത്. ആ സമയത്ത് എനിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അമ്മ നിയോഗം വെച്ചാണ് 2019 സൗദി അറേബ്യയിലേക്ക് എനിക്ക് ജോലിക്ക് ഞാൻ പോവുകയും അന്ന് തന്നെ അമ്മയുടെ നിയോഗത്തിലുണ്ടായിരുന്നു ഒരു ദൈവവിശ്വാസമുള്ളൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി. അങ്ങനെ 2021 തിരിച്ചു വന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു വർഷം ഞങ്ങൾ സെപ്പറേറ്റ് ആയിരുന്നു. സൗദിയിലായിരുന്നെങ്കിലും ഞാൻ ദമാമിലും വൈഫ് ജിദ്ദയിലുമായിരുന്നു. 1.5 വർഷമായിട്ടും കുഞ്ഞൊന്നും ആയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 2022 ജൂൺ 17 കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അത് കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ഞാൻ നിർത്തിപ്പോന്നു. 1.5 വർഷമായിട്ടും കുഞ്ഞാകാത്തതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് മാതാവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി സമർപ്പിച്ചു. അങ്ങനെ ഞാൻ ഒക്ടോബർ 4 തീയതി 2022 ഒക്ടോബർ 4 തിരിച്ച് സൗദിക്ക് ചെന്നു. സൗദി ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥാൽ ദൈവകൃപയാൽ വൈഫ് പ്രഗ്നൻ്റ് ആവുകയും പിറ്റേ വർഷം, അതായത് ഈ കഴിഞ്ഞ വർഷം 2023 ജൂലൈ 12 മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥാൽ എനിക്കൊരു കുഞ്ഞിനെ ദൈവം തന്ന് അനുഗ്രഹിച്ചു. കുഞ്ഞിൻ്റെ പേര് മിറിയം ജോളി എന്നാണ്. അതോടൊപ്പം തന്നെ ആ ഉടമ്പടി എടുത്ത ദിവസം ആദ്യ ദിവസം മാതാവിൻ്റെ ഞാൻ ഉടമ്പടിക്ക് എല്ലാവരും രൂപവും ഒരു തിരിയും ഓരോന്നൊക്കെ എടുത്തപ്പോൾ ഞാൻ വന്നിട്ട് പറഞ്ഞു, മാതാവേ എനിക്ക് യോഗ്യതയില്ല ഇതൊന്നും എടുക്കാൻ. ഇനി എനിക്ക് എടുക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ അമ്മ എന്നെ ഏതെങ്കിലും തന്ന് അനുഗ്രഹിക്കാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുള്ളിൽ. അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുക്കിലേക്ക് ടോക്കൺ പോലെ കൊണ്ടുവന്നു. ടോക്കൺ എടുത്തപ്പോൾ കറക്റ്റ് ഒന്നാം നമ്പർ ടോക്കണായിരുന്നു എനിക്ക് കിട്ടിയത്. കറക്റ്റ് മാതാവിൻ്റെ രൂപം എടുക്കാനുള്ള ഒരു പ്രത്യേക ഒരു ദൈവകൃപ എനിക്ക് അന്ന് ലഭിച്ചു. ആ ഉടമ്പടി എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഒരു പ്രത്യേക ദൈവാനുഭവമായിരുന്നു. എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, സമാധാനം, ആരോടും ഒരു ദേഷ്യമോ അല്ലെങ്കിൽ നമുക്ക് ഒരു ശാന്തത, എല്ലാവരോടും ഒരു പ്രത്യേക സ്നേഹം, എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പൊന്നും ഇതുവരെ എനിക്ക് അതിന് ശേഷവും പിന്നീടോ ഇതുവരെ എനിക്ക് ആ രീതിയിലുള്ള ഒരു ദൈവിക അനുഭവം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിൽ എന്നും ഞാൻ ഓർക്കും. മാതാവിനെ ഓർക്കുമ്പോൾ തന്നെ എന്നും എൻ്റെ ആ ദിവസം എൻ്റെ മെമ്മറിയിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു നിയോഗമായിരുന്നു വൈഫ് OET പാസ്സാകാൻ വേണ്ടിയിട്ട്. OET പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നു ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഞങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി OET അതിനുള്ള സ്കോർ തന്നെയാണ്. കാരണം എനിക്കറിഞ്ഞുകൂടാ ഏത് സ്ഥലത്ത് ചെന്നാലാണ് ദൈവം എവിടെയാണ് വെച്ചിരിക്കുന്നത് അവിടെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം എനിക്ക് പ്രത്യേക സ്ഥലത്ത് പോകണം അങ്ങനെ ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങളുടെ നിയോഗത്തിൽ ഞങ്ങൾ പ്രത്യേകം വെച്ചിരുന്നു, ഏത് സ്ഥലത്ത് ചെല്ലണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള മാർക്ക് തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യത്തെ OETയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം വൈഫ് ഫെയിലായിപ്പോയി. അപ്പോൾ ഫെയിലായിപ്പോയപ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജപമാലയ്ക്ക് 1 മാർക്ക് വെച്ചിട്ട് നിയോഗം വെച്ചിട്ട് 90 മുഴുവൻ ജപമാല ചൊല്ലി. 4 എണ്ണം വെച്ചിട്ട് അങ്ങനെ 90 മുഴുവൻ ജപമാല ചൊല്ലി. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം റീവാലുവേഷൻ കൊടുത്ത് റിസൾട്ട് വന്നപ്പോഴും പാസ്സായില്ല. അപ്പം അത് കഴിഞ്ഞപ്പം ഒരു ചെറിയ നിരാശയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതെന്തെങ്കിലും ആട്ടെ എന്നൊക്കെ വിചാരിച്ച് പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ സൗദിക്ക് ചെല്ലുന്നത്. ഞാൻ ഒക്ടോബർ 4 സൗദിക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഡിസംബറിലേക്ക് നവംബർ അവസാനം ഡിസംബറിൽ എന്തോ ഡേറ്റ് എടുത്ത് എക്സാമിന് പോയി. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പോയി. ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി. കാശുരൂപം നേരത്തെ തന്നെ പുള്ളിക്കാരിക്ക് കൊടുത്തായിരുന്നു. പുള്ളിക്കാരുടെ കൊന്തയിലുണ്ട് കാശുരൂപം. ഞങ്ങൾ ഒരുമിച്ച് പോയി സൗദി ജിദ്ദയിൽ പോയി റൂമൊക്കെ എടുത്ത് എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു പാസ്സാകത്തില്ലെന്ന് പറഞ്ഞു. ഇത്രയും പാടില്ലായിരുന്നു കഴിഞ്ഞുകൊണ്ട് എഴുതിയപ്പോഴെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പാസ്സാകിയാലെന്ന് പറഞ്ഞാൽ പാസ്സാകാൻ ഒരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു.
ആ കൂട്ടത്തിൽ സൗദിയിലുണ്ടായിരുന്ന ഇവളുടെ കൂടുതൽ കുറേ പേരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻ്റ് ആകാത്ത കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പുള്ളിക്കാരി മാതാവിൻ്റെ പ്രാർത്ഥന പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ കുറേ ഇവരുടെ ഹോസ്റ്റലിലുള്ള കുറേ പെൺകുട്ടികളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 1-2 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവർക്കും ഇപ്പോൾ ദൈവം മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ റിസൾട്ട് വന്നപ്പം 360 മാർക്ക് കിട്ടിയിട്ട് ക്ലബിംഗ് സ്കോർ കിട്ടി ജയിച്ചു. അപ്പം പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ആ ക്ലബിംഗ് സ്കോർ വെച്ച് പോകാൻ പറ്റുന്ന സ്ഥലം ന്യൂസിലൻഡാണ്. അപ്പം മനസ്സിലായി ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു അതെന്നുള്ള അപ്പം മനസ്സിലായി. അപ്പം ദൈവം ന്യൂസിലൻഡ് വിടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് ഫെയിലായതും പിന്നെ ഒരു ക്ലബിംഗ് സ്കോർ തന്നതും. ഇല്ലെങ്കിൽ ആദ്യമേ തന്നെ നല്ല സ്കോറിൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ UK അല്ല വേറെ ഏതെങ്കിലും രാജ്യം പ്രിഫർ ചെയ്ത് പോയേനെ. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു കരുതലും ഒരു സ്നേഹമൊക്കെ എനിക്ക് ആ സമയത്ത് ആ മാർക്കൊന്ന് മനസ്സിലായി. അപ്പോൾ പിന്നീട് ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഈ 90-ന് 4 ഇട്ട് ഗുണിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നി. ഞാൻ ഗുണിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് 360 സംഖ്യ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചൊല്ലിയ ജപമാല 90 മുഴുവൻ ജപമാലയായിരുന്നു ചൊല്ലിയത്. 90 × 4 നോക്കി കഴിഞ്ഞപ്പോൾ 360. അപ്പോൾ പുള്ളിക്കാരി കിട്ടിയ മാർക്കും കറക്റ്റ് 360 ആയിരുന്നു. അപ്പോൾ ആ റീവാലുവേഷന് വേണ്ടിയിട്ട് ചൊല്ലിയ ജപമാലയുടെ മാർക്ക് 2ാമത്തെ എക്സാമിനാണ് മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. അപ്പോൾ മാതാവിൻ്റെ ഒരു സ്നേഹവും ആ ഒരു കരുണയൊക്കെ അന്നേരമാണ് മാതാവിൻ്റെ ഈശോയോട് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടിയ കരുണയൊക്കെ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആദ്യം എല്ലാവരെയും പോലെ നിരാശയും അയ്യോ കിട്ടിയില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മാതാവ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയങ്ങളിലെല്ലാം ക്രമീകരിച്ച് തന്നുകൊണ്ടിരുന്നു. പിന്നെ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഡ്യൂട്ടിക്ക് പോവും വരുമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു, മഞ്ജുനും വല്ല കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അപ്പോൾ ഒരു ദിവസം രാത്രി പുള്ളി ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ചോദിക്കണം കേട്ടപ്പോൾ എന്തോ ഒരു സംശയം പോലെ തോന്നി, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് തോന്നി. ആ ചിന്തിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അസഹനീയമായ വയറുവേദന വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മാതാവേ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല, ഇനി ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോകാനുള്ള ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഒരു മരുഭൂമിയൊക്കെയാണ്, പിന്നെ ആരെങ്കിലൊക്കെ വിളിച്ചൊക്കെ പോകണം, വലിയ പാടാ. അപ്പം അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വേദന തുടങ്ങി, ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചിന്തിച്ചൊന്നുമില്ല. ഞാനപ്പോൾ തന്നെ മാതാവിൻ്റെ തൈലം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. തൈലം എടുത്ത് വൈഫിൻ്റെ വയറിൽ കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. ഒരു ഏകദേശം 3 വിശ്വാസ പ്രമാണം, 2-3 വിശ്വാസ പ്രമാണത്തോളം ആയപ്പോഴത്തേക്കും പറഞ്ഞു വയറുവേദന വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലേക്ക് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇടത് സൈഡിൽ കുരിശ് വരച്ചിട്ട് ഇടത് സൈഡിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരു 3-4 മിനിറ്റോളം എടുത്തു. ഇടത് സൈഡിൽ ഇങ്ങനെ കുരിശിങ്ങനെ വരച്ചുകൊണ്ടേയിരുന്നു. ഞാൻ കണ്ടിന്യൂസ് കുരിശ് വരയ്ക്കും, ശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കും. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു വയറുവേദന മൊത്തം പോയെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യേക മാധ്യസ്ഥാൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു സൗഖ്യം കിട്ടി. ഒരു ആശുപത്രിയിലും പോയില്ല, എങ്ങും പോയില്ല. പോരാത്തതിന് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഭയപ്പാടെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കർത്താവ് ഒരു കുഴപ്പമില്ലാണ്ട് വിശ്വാസപ്രമാണം ഞാൻ സത്യത്തിൽ ശരിക്കും വിശ്വാസത്തോടുകൂടിയും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയും ചൊല്ലാൻ തുടങ്ങിയത് ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. വിശ്വാസപ്രമാണത്തിൻ്റെ ഒരു ശക്തി എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പം ആ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചത്. അതിൻ്റേതായ ഒരു സൗഖ്യം ഞങ്ങൾക്ക് കുടുംബത്തിന് കിട്ടുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ പിന്നെ എൻ്റെ ചേട്ടൻ ബെൽജിയത്തിലാണ്. അപ്പോൾ അവിടെ ചേട്ടന് ലൈസൻസ് എടുക്കണമായിരുന്നു. അപ്പം അവിടെ റിട്ടേൺ ടെസ്റ്റ് പാസ്സാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പോയാലും അവർക്ക് ആർക്കും കിട്ടാറില്ല. ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിയുമ്പോൾ അതിന് -5 മാർക്ക് ഇടും. അപ്പോൾ 50-ൽ 40 മാർക്കും കണ്ട് മിനിമം ഉണ്ടെങ്കിലേ ജയിക്കത്തുള്ളൂ. അപ്പം ഞാനിവിടെ ഉടമ്പടി വെച്ച വിവരമൊന്നും ചേട്ടനോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളി എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തപ്പം പുള്ളി അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വിളിച്ച് പറഞ്ഞാണ്, പരീക്ഷ എഴുതിയപ്പം എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ എന്തൊക്കെ എഴുതി വെച്ചു. അപ്പം ഞാൻ തോറ്റുപോയി, എണീറ്റ് പോരാന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എക്സാമിനർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പാസ്സായി പൊക്കോളാൻ പറഞ്ഞു. ചേട്ടൻ സത്യത്തിൽ ബെൽജിയത്തിൽ ഡച്ചിൽ വേറെ ഒന്നും പറയാൻ പോലും അവൻ അറിയത്തില്ല. പക്ഷെ അവൻ പറഞ്ഞു എക്സാം പാസ്സായെന്ന് പറഞ്ഞു. അപ്പം പുള്ളി തിരിച്ചു വന്നിട്ട് വിളിച്ച് എന്നോട് പറഞ്ഞു വന്നവരെല്ലാവരും തോറ്റുപോയി, ഞാനും ആ പാടെ ഡച്ചുകാരോ 1-2 പേര് മാത്രമേ ടെസ്റ്റ് പാസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വെറുതെ അല്ല ഞാൻ ജയിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ ജന്മത്തിൽ ജയിക്കുമെന്ന് വിചാരിച്ചല്ല, എങ്ങനെ ജയിച്ചെന്ന് എനിക്ക് പോലും അറിയത്തില്ലെന്ന് പറഞ്ഞു. മാതാവിൻ്റെ പ്രത്യേക കാരണം കൊണ്ട് അങ്ങനെ ചേട്ടന് റിട്ടേൺ ടെസ്റ്റും പാസ്സായി. പിന്നെ അത് കഴിഞ്ഞപ്പം റോഡിൽ ഓടിച്ച് കാണിക്കണമായിരുന്നു, അതും പാസ്സായി. അങ്ങനെ ചേട്ടന് ലൈസൻസ് കിട്ടി. പ്രത്യേകം ഞങ്ങളുടെ കുടുംബത്തെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു മാതാവിൻ്റെ മധ്യസ്ഥാൽ. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഒരു 10 മണി ജപമാല വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. ഞാൻ നേരത്തെയും ജപമാലയൊക്കെ കുറേശ്ശെ ചൊല്ലുന്നയാളായിരുന്നു, പക്ഷേ എന്നാൽ അത്രമാത്രം ജപമാല ചൊല്ലുന്നയാളല്ലായിരുന്നു. പക്ഷേ ഈ 10 മണി ജപമാല കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഞങ്ങൾ മുഴുവൻ ജപമാല 90 ജപമാലയൊക്കെ ചൊല്ലി തീർത്തതൊക്കെ.
ഈ ജപമാലയുടെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോയ ജപമാലയാണ്. ഇപ്പം ആ ജപമാല എപ്പോഴും എനിക്ക് കയ്യിലെടുത്ത ജപമാല എല്ലാം തോന്നും. അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിലാണേലും ഞങ്ങൾക്ക് ഒത്തിരി ജപമാലയെല്ലാം മാതാവിനോട് ചേർന്ന് അമ്മയോട് ചേർന്ന് നിൽക്കാനും കുടുംബ പ്രാർത്ഥനകൾ മുടക്കാതെയും ഇവിടെ വന്നതിൻ്റെ ഫലമായിട്ട് ആഴ്ചയിലൊക്കെ ഉപവാസം എടുക്കാനൊരു പ്രേരണ കിട്ടി തുടങ്ങി. അങ്ങനെ ജോസഫച്ചൻ്റെ എല്ലാ ചൊവ്വാഴ്ചത്തെയും ടോക്കുകൾ കേൾക്കുക, ഇവിടുത്തെ ധ്യാനം പങ്കെടുക്കുമായിരുന്നു. ഓൺലൈനിൽ സൗദിയിലായിരുന്നപ്പോഴും ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ആ ഓരോ ദിവസവും അച്ഛൻ സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കുന്നതായിരുന്നു, ഓരോ ദിവസവും സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ ദിവസവും ടോക്ക് കൂടാൻ, നാളെ അച്ഛൻ അടുത്ത ചൊവ്വാഴ്ച അച്ഛൻ എന്നോട് എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ സൗദിയിലായിരുന്ന സമയത്ത് ഞാൻ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, ഞാൻ വിസിറ്റിംഗ് വിസയിലായിരുന്നു പോരുന്നത്. അപ്പോൾ ദിവസം ഇങ്ങനെ കൂടുതൽ ജപമാലയെല്ലാം പ്രേരണ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കൊരു ദിവസം 13 മുഴുവൻ ജപമാല വരെയൊക്കെ ചൊല്ലാനുള്ള കൃപയൊക്കെ കർത്താവ് എനിക്ക് തന്നു. എല്ലാം അപ്പോൾ ആ 10 മണി ജപമാലയിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോഴും ജപമാല ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേക കരുണയാൽ ഇപ്പം ജീവിതം മുമ്പോട്ട് പോകുന്നു. ഇപ്പം ന്യൂസിലൻഡിലേക്ക് പോകാനുള്ള വിസ തന്നിട്ടുണ്ട്. ദൈവമടിച്ച് എല്ലാം വിസ ഇതായി കൺഫേമായി. അപ്പോൾ ഈ മാസം അവസാനം ന്യൂസിലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ ജീവിത വഴിയിലും മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മ വഴി സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ കുട്ടി വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ബൈബിള് മുഴുവൻ വായിച്ച് തീർക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ ആ സമയത്ത് സൗദിയിൽ നമുക്ക് കുർബാന കൂടാനൊന്നും വേറെ മാർഗ്ഗമില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഓൺലൈനിൽ മുഴുവൻ ദിവസങ്ങളിലും വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴാണെങ്കിലും ഞാൻ റൂമിൽ ഒരു അൾത്താരയൊക്കെ ക്രമീകരിച്ച് വെക്കുമായിരുന്നു. എല്ലാം ക്രമീകരിച്ച് വെച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാവിധ ഒരു ആത്മീയമായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് ഈ എല്ലാ അനുഗ്രഹങ്ങളും ഈശോയിൽ നിന്ന്, പിതാവായ ദൈവത്തിൽ നിന്നും മേടിച്ചെന്ന പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവം ഒരു കുടുംബമായിട്ട് വന്നാണ് സാക്ഷ്യം പറഞ്ഞത്. ഇത് പറഞ്ഞതിലേറെയും ദൈവാനുഭവങ്ങളാണ്. അപ്പം ഇവിടെ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വന്ന് ഈ ആൾത്താരിൽ നിൽക്കുന്നവർക്കൊക്കെയും വളരെ വ്യക്തമായിട്ട്, ഒരു പക്ഷേ ഈ കേൾക്കുന്നത് നമ്മൾ വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല. പക്ഷേ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ ഈ അനുഭവമുള്ളവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം ഇവിടെ വന്ന സാഹചര്യം തൊട്ട് ഓരോ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഉണ്ടായ ഒരു ദൈവിക അനുഭവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ എന്നൊരു വചനമുണ്ട്. അത് അനുഭവിച്ചറിയേണ്ട ഒരു സത്യമാണ്. ക്രിസ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ഇതൊക്കെ വ്യക്തി അനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനൊരു അനുഭവം ലഭിച്ചു എന്ന് പറയുന്നു. ഒപ്പം സംസാരിക്കുമ്പോൾ തന്നെ അറിയാം വ്യക്തമായിട്ട് മാതാപിതാക്കൾ ഒരു വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് ചേട്ടനെ അനിയനെയും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് സംസാരത്തിൻ്റെ ഇത് കേൾക്കുന്നത്. പക്ഷേ അതിനേക്കാളും അപ്പുറം ഈ ഒരു ഉടമ്പടി ഓൾറെഡി ആത്മീയതയിലും പ്രാർത്ഥനയും വിശ്വാസവും ജപമാലയും ഉള്ളവരാണെങ്കിലും ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു വ്യക്തിയെ കുറച്ചും കൂടെ അടുത്ത ലെവലിലേക്കൊരു വിശ്വാസം വളർത്തുവാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ ഉടമ്പടി എടുത്തവരിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർമാരും പുരോഹിതരും അവിടെ തന്നെ വചന ശുശ്രൂഷയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരും ഓൾറെഡി വിശ്വാസ ജീവിതത്തിൽ എല്ലാ ദിവസവും അപ്പം ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് അടുത്തൊരു പടിയിലേക്ക് ദൈവം നമ്മളെ സമയബന്ധിതമായിട്ട് ഉയർത്താനായിട്ട് ഉടമ്പടി സഹായിക്കുന്നുള്ളത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്ക് മനസ്സിലായി. ഉടമ്പടി എടുത്തതുകൊണ്ട് മാസം അല്ലെങ്കിൽ ഒരു കുർബാന കാണാനായിട്ടൊരു ശ്രമം ഉണ്ട്. അപ്പം നമുക്കിതൊരു ഇൻറ്റൻഷനായിട്ട് അല്ലെങ്കിൽ പ്രചോദനമായിട്ട് നമ്മൾ ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് നമ്മളെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പം അറിഞ്ഞും അറിയാതെയും നമ്മളിതിലേക്ക് വരാനായിട്ടൊരു ശ്രമം ഉണ്ടാവും. ഇതൊരു ആത്മാവിൻ്റെ ഒരു പ്രേരണയാണ്, അതെല്ലാവർക്കും ലഭിക്കണമെന്നില്ല. പക്ഷേ അതിൻ്റെ ശ്രമം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മൾ പോകുന്ന വഴി ഉത്തമമാണ് എന്ന് ദൈവം ബോധ്യപ്പെടുത്തി തരും. അത് ചിലപ്പോൾ അത് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളും, പക്ഷേ അത് ദൈവം ബോധ്യപ്പെടുത്തി തരുമെന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് 10,000-ത്തിലധികം സാക്ഷ്യങ്ങൾ, അത് ജാതിമത ഭേദമന്യേ പറയുന്ന സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. നമ്മൾ 2 സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കുമ്പം നമ്മൾ നടക്കുന്ന വഴി സത്യമാണെന്ന് ദൈവം അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം എത്ര തിരക്കുകൾക്കിടയിലും വീട്ടിലൊരു ആൾത്താരെ ഒരുക്കി അല്ലെങ്കിൽ ഓൺലൈനിൽ കുർബാന കാണാനൊക്കെ ഒരുങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇതുണ്ട്. കാരണം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ കുർബാനയെന്ന്
ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഉടമ്പടിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എല്ലാവരും ഈ ഒരു സത്യമൊക്കെ മനസ്സിലാക്കുന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ബലിയുടെയും കുംഭസാരത്തിൻ്റെയും കുടുംബ പ്രാർത്ഥനയുടെയും പിന്നെ പറയുന്നത് ജപമാലയെക്കുറിച്ചാണ്. അതിലെന്തോ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്, 90 ജപമാല നിർത്താതെ ചൊല്ലി അതിന് 360 മാർക്ക്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ ഇതുപോലത്തുള്ള സാക്ഷ്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ചേർക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട് ഈ ജപമാല ചൊല്ലുന്നതും. അപ്പം ഇതിനൊക്കെ ഒരു ശക്തിയുണ്ട്, കുടുംബ പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കൊക്കെ ഒരു ശക്തിയുണ്ട് എന്നുള്ള നമ്മൾ ക്ലാസ്സിക് കേട്ട് പഠിച്ചതിൻ്റെ അപ്പുറത്തും വ്യക്തിപരമായിട്ടൊരൊക്കെ അനുഭവം ലഭിക്കാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതായിട്ട് മാറുന്നത്. അപ്പം ജീവിത പങ്കാളി അതുപോലെ തന്നെ വിശ്വാസത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും ഒരുമിച്ച് കുർബാന കണ്ട് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തെ കുറച്ചും കൂടെ ആത്മീയതയിൽ ഉയർത്താനായിട്ട് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണത്. അത് വിശ്വാസ പ്രമാണത്തിനെക്കുറിച്ചും പറയാനുണ്ടല്ലോ. അതൊരു വയറുവേദനയുടെ കാര്യം പറയുമ്പോഴും അതൊക്കെ അപ്പോഴപ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങൾ. അപ്പോഴൊക്കെ ഒരാൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ അപ്പം തന്നെ ഒരു സൗഖ്യം കിട്ടുമെന്ന് പറയുമ്പം അത് കേൾക്കുന്നത് പോലെയല്ല, അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസം വർദ്ധിക്കുവാൻ അതിൽ പേര് എന്താണ് വേണ്ടത്. അപ്പോൾ ആ പ്രാർത്ഥന വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന, ഇതിപ്പം ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രാർത്ഥനകളുണ്ട്. ഒന്ന് വിശ്വാസ പ്രമാണം, 2 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും. ആ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്കൊരു സൗഖ്യമോ ഒരു അനുഗ്രഹം കിട്ടുന്നതിൻ്റെ അർത്ഥം ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ദൈവം അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ വ്യക്തിപരമായിട്ട് അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടൊരു കുടുംബമായിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സാക്ഷ്യത്തെ പ്രതി ദൈവം ഇവർക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ആഴത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.